ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വചനം. കള്ളൻ വരുന്നത് കൊല്ലുവാനും മോഷ്ടിക്കുവാനും നശിപ്പിക്കാനുമാണ്, എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമർത്ഥമായിട്ടുണ്ടാകുവാനുമാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ എന്നെ അത്യധികമായി പ്രേരിപ്പിച്ചത്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസം റിലീസായ ഒരു സിനിമയെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. പിശാചിനെ കൂട്ടുപിടിച്ച് ഇന്നോളം ഒരു മനുഷ്യനും രക്ഷപ്പെട്ടിട്ടില്ല. അതാണ് പറഞ്ഞ കള്ളൻ വരുന്നത്, വചനം പറയുന്നത് വചനത്തെ വ്യത്യസ്തമായ ഒരു കാര്യം എന്നോളം സംഭവിച്ചിട്ടില്ല. മത്തായി 24:35 ആകാശവും ഭൂമിയും കടന്നു പോയി, എന്നാൽ വചനം കടന്നു പോവുകയില്ല എന്ന്. പിശാചിനെ കൂട്ടുപിടിച്ച് പിശാചിൻ്റെ പേരിൽ പിശാചിന് ഹൈപ്പുണ്ടാക്കി ആരും ഇന്നോളം രക്ഷപ്പെട്ടില്ല ഒരു വിധത്തിലും. ഇത് നമ്മൾ ഈശോയോട് ചേർന്ന് നിത്യതയെ പുൽകാൻ വേണ്ടിയുള്ള ജീവിതചര്യകൾ, അതിൻ്റെ ഒരു സഞ്ചാര വ്യാപാരങ്ങളിൽ മുഴുകിയിരിക്കുന്ന നമ്മൾ ഇത് പിശാചിനെ ഹൈലൈറ്റ് ചെയ്യുന്ന, പിശാചിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മേഖലകളിലൂടെ കടന്നു പോകുന്ന ചിത്രത്തിൽ അവിടെ യേശുവിനെ ഒരു പരിഹാസപാത്രമാക്കി മാറ്റുന്ന ചില കാര്യങ്ങൾ നമ്മളെ ഒത്തിരി അധികം വേദനിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചില ഡയലോഗുകൾ നമ്മളെ അത്യധികമായി വേദനിപ്പിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഒരു 10-15 ബൈബിൾ വചനങ്ങളെടുത്ത് വക്രീകരിച്ച് അത് പിശാചിൻ്റെ ഇതുപോലെയാക്കി അങ്ങോട്ട് സിനിമയിലേക്ക് കയറ്റിയിരിക്കുകയാണ്. പിന്നെ അതിലുപരിയായി 2002 നടന്ന ഗുജറാത്ത് കലാപവുമായി ഇന്ന് ബന്ധം, എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. അതിലുപരിയായി ഒരു വിധത്തിലും സിങ്ക് ആകാത്ത, ഒരു വിധത്തിലും ജോയിൻ്റ് ആകാത്ത വിധത്തിലുള്ള ബലാത്സംഗങ്ങൾ, പീഡനങ്ങൾ, കൊലപാതകങ്ങൾ ഒക്കെ ഇതിനെ പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനെ ഒന്ന് ഉയർത്താൻ വേണ്ടി, ഇതിനൊരു കളക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി. അതിലുപരിയായി കത്തോലിക്ക വിശ്വാസത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും പൗരോഹിത്യ ജീവിതത്തെയും സന്യാസ ജീവിതത്തെയും ഒക്കെ ഒന്ന്, വചനത്തെയും മറ്റു പല മേഖലകളിലൂടെയൊക്കെയും അതിൻ്റെ വചനത്തെയും പ്രാർത്ഥനയും കൂട്ടായ്മയും ഈ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനകളെയൊക്കെ അത് വക്രീകരിച്ച് മറ്റു രീതിയിലാക്കുവാനുള്ള ആ വ്യഗ്രതയൊക്കെ ഈ സിനിമയ്ക്കകത്ത് ഉടനീളം കാണാൻ കഴിയും. അത് ഒരു സിനിമ പിടിക്കണമെങ്കിൽ ഒരു ഏത് കലാസൃഷ്ടിക്കും പ്രതിഭയുള്ള ആളുകളാണ് ചെയ്യുന്നത്. പ്രതിഭയുള്ള ആളുകൾ ഉണ്ടെങ്കിലേ ഏത് കലാസൃഷ്ടിയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. യഥാർത്ഥത്തിൽ പ്രതിഭയില്ലാത്ത വ്യക്തികൾ തങ്ങളുടെ വെട്ടിക്കൂട്ട്, തങ്ങളുടെ മനസ്സിൻ്റെ ഉദ്ദേശമല്ല തൻ്റെ ഫണ്ടറെ സുഖിപ്പിക്കാൻ വേണ്ടി ഒരു പടമെടുക്കുമ്പോൾ ഇതിലപ്പുറം ഉണ്ടാകാം. ശരിക്കും നമ്മൾ ഇതിൻ്റെ അകത്തെ ഓരോ ചില ഡയലോഗുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് അങ്ങേയറ്റം വേദനാജനകമാണെന്ന് തിരിച്ച് പറയാൻ കഴിയും. അതായത് ദൈവപുത്രനായിട്ട് ശരിക്കും ഒരേ ഒരാളെ ഉള്ളത് കർത്താവ് യേശുക്രിസ്തുവാണ്. ഇത് അതിൻ്റെ അകത്ത് ഈ സിനിമയിലെ ഒരു ഡയലോഗ് ഇങ്ങനെയാണ്: ദൈവപുത്രന് തെറ്റ് പറ്റുമ്പോൾ, അല്ലെ ദൈവപുത്രൻ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാത്താനെ അല്ലാതെ മറ്റാരെയാണ് വിളിക്കുന്നത്? അപ്പോൾ യേശുവിന് തെറ്റ് പറ്റുന്നുണ്ട്, യേശു തെറ്റ് പറ്റിയിട്ടുണ്ട്, യേശുവിന് പകരം സാത്താനെ വിളിക്കാമെന്നല്ലേ അതിൻ്റെ അർത്ഥം? അതുകൊണ്ട് അതിനെ നമ്മുടെ ദൈവത്തെയും ദൈവപുത്രനെയും ദൈവവചനത്തെ അവിടെ വക്രീകരിച്ച് കാണിക്കുകയാണ് ചെയ്തത്. രാജപ്പൻ പറയുന്ന ഡയലോഗുകളുടെയൊക്കെ ഒരു ആത്മാർത്ഥത ഇത് ആർക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പിശാചിനെ ഇതുപോലെ ഹൈലൈറ്റ് ചെയ്യുന്ന, പിശാചിന് വേണ്ടി ജീവിതം മാറ്റി വെച്ചിരിക്കുന്ന ഈ രാജപ്പൻ്റെ ഉള്ളിൽ തീർച്ചയായും ലെഗിയോൻ്റെ വലിയ ഒരു ഫാക്ടറി തന്നെ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ലെഗിയോന് വേണ്ടി ജീവിക്കുന്നതാണ്, പക്ഷെ തൻ്റെ ഫണ്ടറെ സുഖിപ്പിക്കാൻ വേണ്ടി ലെഗിയോന് വേണ്ടി ജീവിക്കുന്ന ആളാണ് ഈ രാജപ്പൻ എന്ന് നമുക്ക് ഈ സിനിമ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. 10-200 കോടിയിൽ പരം രൂപ മുടക്കിയിട്ട് എന്ത് ഒരു സന്ദേശമാണ് വരുന്ന തലമുറയ്ക്ക് വേണ്ടി, എന്തൊരു സന്ദേശമാണ് ഈ പടത്തിനകത്തുള്ളത്? എന്ത് സന്ദേശമുണ്ട് അതിന്? ഒരു നല്ല ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക്, അല്ലെങ്കിൽ ഒരു യുവജനങ്ങൾക്ക് നാട്ടിലെ മുന്നോട്ട് പോകുന്ന പാതയിൽ ഒരു നിലനിൽപ്പിൻ്റെ, ഒരു അഭിഷേകത്തിൻ്റെ, ഒരു കൃപയുടെ നിലയിൽ സഞ്ചരിക്കാൻ പറ്റും. എന്തൊരു നന്മയാണ് അതിൻ്റെ അകത്തുള്ളത്? ഏതെങ്കിലും ഒരു നന്മ, എന്ത് സന്ദേശമാണുള്ളത്? ഈ പടം കണ്ടിട്ടുള്ള ആരും എന്താണ് കഥയെന്ന് മാത്രം അവരോട് ചോദിക്കരുത്, കാരണം അവർ കഥയില്ലാത്തവരുടെ കഥയെപ്പറ്റി പറയുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് ഏറ്റവും വേദനയോടെ പറയുവാനുള്ളത് മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ 6-ാം വചനത്തിൽ ഇങ്ങനെ വേണ്ടത്, അതായത് മത്തായി സുവിശേഷം അത് മരുഭൂമിയിലെ പരീക്ഷ എന്ന ഒരു വചനം 4-ാം അധ്യായം മുഴുവൻ മരുഭൂമിയിലെ പരീക്ഷ എന്ന ഭാഗത്തിലൂടെ ആരംഭിക്കുന്നത്. അതിൻ്റെ അകത്ത് യേശു സാത്താനോട് പറയുകയാണ്, ദൈവപുത്രനാണെങ്കിൽ
ശരിക്കും സാത്താൻ യേശുവിന് പറയുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ നിന്റെ ദൂതന്മാർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഇത് 91 സങ്കീർത്തനത്തിലെ നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥനയിലെ വചനങ്ങളാണ്. വീണ്ടും അത് മത്തായി സുവിശേഷം 4-10 വചനം, യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോകുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്, അവനെ മാത്രമേ ആരാധിക്കാവുള്ളൂ. അപ്പോൾ ദൈവത്തിന് മാത്രമേ യഥാർത്ഥത്തിൽ ആരാധന കൊടുക്കാവൂ എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ദൈവത്തിന് മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ ആരാധന കൊടുക്കാവൂ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് സംസാരിക്കുന്ന നമ്മൾ ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് സംസാരിക്കുമ്പോൾ മറ്റൊരു ഡയലോഗ് കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അതായത് നമ്മൾ ഒരിക്കൽ സാത്താനെ നമ്മൾ വിളിച്ചു വരുത്തിയാൽ പിന്നെ അവനായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത ഭരണവും. അവനെ ഒരിക്കലും നമ്മെ വിട്ടുപോകുകയില്ല എന്ന്. രാജപ്പൻ്റെ അനുഭവത്തിൽ ഇത് ശരിയായിരിക്കും. എന്നാൽ ഞങ്ങളെപ്പോലെയുള്ള എളിയ ശുശ്രൂഷ ചെയ്യുന്നവർ കേരളത്തിനകത്തും പുറത്തുമൊക്കെ ഇതുപോലെ ഡെലിവർ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും അവരുടെ കൂടെ നിൽക്കുമ്പോഴും കണ്ടിട്ടുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ഈ പിശാചുമായി ഉണ്ടാക്കിയ എഗ്രിമെൻറ്റ് ക്യാൻസലാക്കിയാൽ അത് ക്യാൻസലാക്കിയതാണ്. യേശു നാമത്തിൽ ബന്ധിച്ചാൽ ബന്ധിച്ചതാണ്. യേശുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിച്ചാൽ ബഹിഷ്കരിച്ച. അതുകൊണ്ട് തെറ്റായ ഇൻപുട്ട് സാത്താന് അതിനെ വെച്ച് നൽകുന്ന ഈ സിനിമ കൊണ്ട് തീർച്ചയായും കത്തോലിക്ക ക്രിസ്തീയ മതവിശ്വാസങ്ങളെയും ഒത്തിരി വ്രണപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിനെ തിരിച്ച് കാണിക്കുന്നുണ്ട്. കത്തോലിക്കരുടെ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനകളെ ഒത്തിരി വക്രീകരിച്ച് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ അങ്ങേയറ്റം അപലപനീയമാണ്. ഈ പരിഷ്കൃത സമൂഹത്തിൽ പിശാചിന് ഹൈപ്പുണ്ടാക്കാൻ വേണ്ടി, അല്ലെ ഫണ്ടറുടെ ഇഷ്ടത്തിന് വേണ്ടി ഇങ്ങനെ തോന്നിവാസം കാണിച്ചാൽ എന്തുമാകാമെന്നുള്ള രീതി വിട്ട് തീർച്ചയായും ഇതിങ്ങനെ മേഖലകളൊക്കെ ഉപേക്ഷിച്ച് നല്ല സന്ദേശം കൊടുക്കുന്ന നല്ല സിനിമകളുണ്ടാകാൻ വേണ്ടി ഇതിനു വേണ്ടിയൊക്കെ പരിശ്രമിച്ച ഈ തിന്മ നിരൂപിക്കുന്നവരുടെയൊക്കെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.